നിത്യമാം സ്നേഹമേ, നിൻ കൽപ്പനയല്ലോ നിൻ തിരുഛായാചിത്രം. അഗ്രാഹ്യമാം കരുണതന്നുറവിടം ഞങ്ങൾക്കു വെളിപ്പെടുത്തി നീ. അണയുന്നിതാ നിൻ കിരണങ്ങളെ, അനുഗ്രഹിക്കൂ നീ ഞങ്ങളെ. ഇരുളാർന്ന ആത്മാവിനെ മഞ്ഞുപോൽ ധവളമാക്കി മാറ്റുന്നു നീ. ഓ സ്നേഹനാഥ, ഇവിടല്ലോ സ്ഥാപിച്ചു നീ നിൻ കരുണതൻ സിംഹാസനം. പാപിയ മനുജന് ആനന്ദവും പ്രത്യാശയുമേകാൻ നിർമ്മലമാം നീരുറവയിൽ നിന്നെന്ന പോൽ നിൻ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് സാന്ത്വനം ആത്മാവിലേക്കും അനുതാപമാർന്ന ഹൃദയത്തിലേക്കും ഒഴുകുന്നു. സ്തുതിയും മഹത്വവും പ്രവഹിക്കട്ടെ ചിത്രത്തിലേക്ക്. മനുജൻ തന്നാത്മാവിൽ നിന്നു നിലയ്ക്കാതെ നിരന്തരം ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എല്ലാ ഹൃദയങ്ങളിൽ നിന്നും ദൈവ കരുണതൻ സ്തുതിപ്പുകൾ എന്നേക്കും ഉയർന്ന. ലോകം മുഴുവനും എന്റെ കരുണയെപ്പറ്റി അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ കരുണയിൽ ആശ്രയിക്കുന്നവർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ ഞാൻ വർഷിച്ചു കൊടുക്കും. ഞാൻ കരുണയും സ്നേഹവുമാണെന്ന്. ഈശോ അനേകം അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. അനേകം രോഗികളെ സൗഖ്യപ്പെടുത്തി. അനേകം അന്ധന്മാരുടെ കണ്ണുകൾ തുറന്നു. ശകടന്മാരുടെ കാതുകൾ തുറന്നു. മൂകന്റെ വായ തുറന്നു. തളർവാദ രോഗികളെ എഴുന്നേൽപ്പിച്ചു. കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തി. വെള്ളത്തിനു മീതെ നടന്നു. 5 അപ്പം 5000 നൽകി. അനേകം മരിച്ചവരെ ഉയർപ്പിച്ചു. ലാസർ എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരന് മരിച്ച് 4-ാം ദിവസം കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ചു. അങ്ങനെ അനേകം അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ, പ്രബോധനങ്ങളിലൂടെ താൻ ദൈവം രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. കാരണം യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ മാത്രമേ പാപങ്ങൾക്ക് പരിഹാരം ലഭിക്കുകയുള്ളൂ. പാപമോചനം നേടാതെ പരമപരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരാത്മാവിന് ഒരു വ്യക്തിക്കും കടന്നു ചെല്ലാൻ സാധിക്കുകയില്ല. കാരണം ദൈവം പരമപരിശുദ്ധനാണ്. പാപത്തിൻ്റെതായ തിന്മയുടേതായ ഒരു ലാഞ്ചന, ഒരു അണുവിന് പോലും സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് മനുഷ്യന് പരിപൂർണ വിശുദ്ധി നൽകാൻ, പാപമോചനം നേടാൻ വേണ്ടി ദൈവം അവിടുത്തെ അനന്തമായ കരുണയെ വർഷിച്ചത്. യേശുവിന്റെ കുരിശിലെ ബലിയിലൂടെ എടുത്തുന്ന ഈ അനശ്വരമായ ഈ രക്ഷ സഹോദരങ്ങളെ നമുക്ക് വിശ്വസിക്കാം, ഏറ്റെടുക്കാം, ദൈവകരുണയിൽ ശരണപ്പെടാം. സഹോദരങ്ങളെ, ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന, അതായത് ഈശോ കുരിശിൽ മരിച്ച ദുഃഖവെള്ളിയാഴ്ച 3-ാം ദിവസം അവിടുന്ന് സർവ മഹത്വപൂർണനായി മരണത്തെയും പാപത്തെയും തോൽപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം 8-ാം ദിവസം ഏറ്റവും വലിയ തിരുനാളായ ഉയർപ്പ് തിരുനാളിന് ശേഷം 8-ാം ദിവസം അന്ന് ദൈവ കരുണയുടെ തിരുനാൾ ഈശോ ജനങ്ങൾക്ക് നൽകി. അവിടുത്തെ പറഞ്ഞു, ലോകം മുഴുവൻ ഈ തിരുനാൾ ആഘോഷിക്കണം. എന്റെ അനന്തമായ
അനന്തമായ കൃപകൾ സ്വീകരിക്കാൻ ദൈവപ്രസാദത്തിന്റെ വൻകടൽ തന്നെ അവിടുന്ന് തുറന്നുകൊണ്ട് ദൈവകരുണയുടെ തിരുനാൾ ലോകത്തിന് അവിടുന്ന് പ്രദാനം ചെയ്തു. സഹോദരങ്ങളെ, നമുക്ക് ദൈവകരുണയിൽ വിശ്വസിക്കാം, ആശ്രയിക്കാം. ഈശോ വിശുദ്ധ പൗലോസിനോട് ഒരിക്കൽ പറഞ്ഞു, മകളെ, നീ ഇപ്പോൾ എന്നെ കാണുന്നത് പോലെ ഒരു ചിത്രം വരയ്ക്കണം. ഈ ചിത്രത്തില് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നുവെന്ന് ആലേഖനം ചെയ്യണം. ഈ ചിത്രം ലോകം മുഴുവൻ വണങ്ങപ്പെടണം. ഈ ചിത്രം വണങ്ങുന്ന ആത്മാവ് ഒരിക്കലും നശിച്ചു പോവുകയില്ല. ഞങ്ങളുടെ സമീപത്ത് നിങ്ങൾ കാണുന്ന യേശുവിന്റെ ദൈവകരുണയുടെ ചിത്രം ഈശോ പ്രത്യക്ഷപ്പെട്ട് വിശുദ്ധ പൗലോസിനോട് നേരിട്ട് പറഞ്ഞ് വരപ്പിച്ച ദൈവകരുണയുടെ അത്ഭുത ചിത്രമാണ്. സഹോദരങ്ങളെ, ദൈവകരുണയിലൂടെ അല്ലാതെ മനുഷ്യർക്ക് യഥാർത്ഥ സമാധാനത്തിലേക്ക്, രക്ഷയിലേക്ക്, നിത്യ ജീവിതത്തിലേക്ക്, യഥാർത്ഥ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കാൻ ഈ ലോകത്തിൽ മറ്റൊരു മാർഗവുമില്ല. ഈശോ പറഞ്ഞു, ഞാൻ കരുണയുടെ രാജാവ്, ലോകം മുഴുവൻ പ്രഘോഷിക്കണം. എന്റെ കരുണയെ എല്ലാവരും ആരാധിക്കണം. എന്റെ കരുണയുടെ ഉറവയിൽ അണയാതെ മാനവകുലം സമാധാനം കണ്ടെത്തുകയില്ല. ഏറ്റവും വലിയ പാപിക്കാണ് എന്റെ കരുണയ്ക്ക് ഏറ്റവും അർഹതയുള്ളത്. നിന്റെ പാപം എത്ര വലുതാണെങ്കിലും അതിനേക്കാളും ഉന്നതമാണ് എന്റെ കരുണ. പ്രിയ സഹോദരങ്ങളെ, 2000 വർഷങ്ങൾക്ക് മുൻപ് ബേത്ലഹേം കാലിത്തൊഴുത്തില് പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നും ദൈവപുത്രനായ യേശു ക്രിസ്തു മനുഷ്യരായി ഭൂമിയിൽ അവതരിച്ച്, എൻ്റെ മകളെ, എൻ്റെ അഗ്രാഹ്യമായ കരുണയെപ്പറ്റി സമസ്ത ലോകത്തോടും പറയുക. എല്ലാ ആത്മാക്കൾക്കും, പ്രത്യേകിച്ച് കഠിന പാപികൾക്ക് കരുണയുടെ തിരുനാൾ അഭയവും സംരക്ഷണവുമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ദിവസം എൻ്റെ അനുകമ്പാർദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറക്കും. എൻ്റെ കരുണയുടെ ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ പ്രസാദവരത്തിൻ്റെ വൻകടൽ തന്നെ ഒഴുക്കും. അന്നേ ദിവസം കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപമോചനവും കടങ്ങളുടെ പൊറുതിയും ലഭിക്കും. അന്നേ ദിവസം ദൈവിക പ്രസാദവരമൊഴുകുന്ന എല്ലാ ചാലുകളും ഞാൻ തുറന്നുവിടും. ഒരാത്മാവ് പോലും തൻ്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും എൻ്റെ അടുക്കൽ വരുവാൻ ഭയപ്പെടരുത്. മാനുഷികമോ അമാനുഷികമോ ആയ ബുദ്ധിക്ക് ഒരിക്കലും അളക്കാനാവാത്ത വിധം എൻ്റെ കരുണ അത്ര ഉന്നതമാണ്. അത് നിത്യതയോളം അങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ അനുകമ്പാർദ്രമായ കരുണയിൽ നിന്നാണ് എല്ലാ സൃഷ്ടികളും അസ്തിത്വം സ്വീകരിച്ചിരിക്കുന്നത്. എന്നോടുള്ള സഹവാസത്തിൽ എല്ലാ ആത്മാക്കളും എൻ്റെ സ്നേഹത്തിലും കരുണയിലുമാണ് നിത്യതയിൽ എപ്പോഴും മുഴുകിയിരിക്കുന്നത്. എനിക്ക് നിങ്ങളോടുള്ള വാത്സല്യത്തിൽ നിന്നാണ് കരുണയുടെ തിരുനാൾ